നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിനെ, സുരേഷ് ഗോപിയും ക്രൈസ്തവ സംഘടനകളും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും തമ്മിലുള്ള യുദ്ധം തുറന്ന തുറന്ന പോരിലേക്ക് യുദ്ധത്തിലോട്ട് മാറുകയാണ്. അതെ. ആ. ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഉം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന് അതെ, അതെ. അടിവരയിട്ട് പറയുകയാണ്. അതെ, അതെ. അത് സത്യം പറഞ്ഞാൽ അത് മതേതര കേരളത്തിന് സത്യം പറഞ്ഞാൽ ഇതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ ഇത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമില്ല, തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രത്തിലൂടെ തന്നെയാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്ന മുഖപത്രത്തിലൂടെ തന്നെയാണ് ഈ ഒരു ലേഖനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കത്തോലിക്ക സഭകളും സംഘപരിവാർ സംഘടന സംഘപരിവാർ സംഘടനകളും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ മാസമാണ് ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരെ പിടിച്ച് ജയിലിലിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ തോതിൽ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ സഭകളെ ഒന്ന് മയപ്പെടുത്താനുള്ള പല നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തിരക്കിലായിരുന്നു കുറച്ച് നാളുകളായിട്ട്. പക്ഷെ അപ്പോഴാണ് ഇടുത്തി പോലെ നമ്മുടെ RSS ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ക്രിസ്തീയ സഭകൾക്കെതിരെ ഒരു കേസരി ക്രിസ്തീയ സഭകൾക്ക് നേരെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നതും, ക്രൈസ്തവർ മുഴുവൻ മതം മാറ്റുന്നവരാണെന്നും ലോകം മുഴുവൻ അവരങ്ങനെ മാറ്റിയെടുത്താണെന്നും അങ്ങനെ രീതിയിലുള്ള ഒരു വലിയൊരു തോതിലുള്ളൊരു ഒരു അതിരൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണമാണ് കേസരി എന്ന് നടത്തിയിരുന്നത്. പക്ഷെ ഇതിന് പിന്നാലെ ദീപിക ഇതിന് മറുപടിയായിട്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു വരുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം കത്തോലിക്ക സഭ എന്ന് പറയുന്ന മുഖപത്രവും ഒരു ലേഖനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പം അതായത് ദീപിക കുറച്ച് മയപ്പെടുത്തിയിട്ടാണ് പറഞ്ഞതെങ്കിലും പക്ഷേ കത്തോലിക്ക സഭ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ദീപിക പറഞ്ഞത്, നിങ്ങൾ എന്റെ കണക്കുകൾ നോക്കൂ, അതായത് വാക്കുകളൊക്കെ ഒന്ന് മയപ്പെടുത്തി ആ കേസരിയുടെ ലേഖനം തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ദീപിക ഒന്ന് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത്. പക്ഷേ കത്തോലിക്ക സഭ എന്ന് പറയുന്ന മുഖപത്രം അച്ചടിക്കുന്നത് കുറച്ചും കൂടെ രൂക്ഷമായ ഭാഷയിലോട്ടാണ്. അതായത് അതിരൂക്ഷമായ രീതിയിലാണ് ഇതിനെ തിരിച്ചടിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടിലൂടെ തന്നെയാണ് എന്ന ഒരു കാര്യമാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന് കൃത്യമായ കണക്കുകളിലൂടെയാണ് അവരത് പറഞ്ഞു വെക്കുന്നത്. അത് മുമ്പുണ്ടായിരുന്ന വോട്ടിന്റെ ഷെയറും ഇപ്പോഴത്തെ വോട്ടിന്റെ ഷെയറും സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞുണ്ടായ ഷെയർ ഉൾപ്പെടെ ചേർത്തിട്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് വലിയൊരു ലേഖനമാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് ബി.ജെ.പി സംഘടനകൾ പറയുന്നത് ക്രൈസ്തവ വോട്ടുകളിലൂടെയാണ് ബി.ജെ.പി ജയിച്ചത്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു അവർ നടത്തിയിരുന്നത്. അപ്പൊ അതിനെ തികച്ചും തീർച്ചയായിട്ടും തള്ളിക്കളയണം. അതായത് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം സംഘപരിവാർ സംഘടനകളും സംഘപരിവാർ അനുകൂലികളും വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹമാണ് എന്നുള്ള രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ് നടത്തിയിരുന്നത്. അപ്പം അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അതിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു മാതാവിനുണ്ടി കിരീടമൊക്കെ സമ്മാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നീട് ചെമ്പാണെന്ന് തെളിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നെ ട്രോൾ മെറ്റീരിയലായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് തൃശ്ശൂരിൽ ക്രൈസ്തവർക്കിടയിലേക്ക് സുരേഷ് ഗോപി നുഴഞ്ഞു കയറി എന്നുള്ളൊരു പ്രചരണം ശക്തമായിരുന്നു. സുരേഷ് ഗോപി അവിടുത്തെ ക്രൈസ്തവർ ഏറ്റെടുത്തു എന്നുള്ളൊരു വലിയൊരു പ്രചരണം നടത്തിയിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ കുറച്ചും ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വോട്ട് ചോരി എന്നൊരു വലിയൊരു ബോംബ് ഇന്ത്യക്ക് മുൻപിൽ വന്ന് വീഴുന്നതും, തൃശ്ശൂരിലും സമാനമായ രീതിയിലുള്ള കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നത്. അതോടെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്തീയ സഭകൾ തന്നെ അവർക്ക് തന്നെ ഒന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയത്. കാരണം അതുവരെ സുരേഷ് ഗോപി ജയിച്ചതിന്റെ പാപഭാരം മുഴുവൻ ഏറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു നിലയിലായിരുന്നു ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്നത്. അതായത് മാത്രമല്ല, ഇതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് നടിച്ചുകൊണ്ട് വരുന്ന ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ടായിരുന്നു. ഈ ഹക്കാസ എന്ന് പറയുന്ന കുറെ പരിപാടികളുണ്ടായിരുന്നു. അപ്പം ഇവന്മാരെല്ലാം ഈ BJPയോട് ചേർന്ന് എന്നുള്ള ആശയങ്ങളാണ് കൃത്യമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതൊന്നുമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഗുണകരമായത് എന്നാണ് ഇപ്പോൾ ദീപിക പറഞ്ഞു വെക്കുന്നത്. അതായത് അവർ ഈ ലേഖനത്തിനകത്ത് പറയുന്നത്,
ഓരോ ബൂത്തിലും 20 വോട്ടുകൾ പോലും ചേർത്താൽ പോലും ജയിക്കും എന്നൊരു നിലയിലായിരുന്നു കാര്യങ്ങൾ. അത് അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ തന്നെ അതെ തുറന്നു പറഞ്ഞില്ലേ അതെ അതെ വോട്ടുകൾ അത് ചേർത്തിട്ടുണ്ട്. അതെ അത് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. BJP നേതാക്കൾ പോലും കൃത്യമായി തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെ വോട്ട് ചേർക്കും, ഞങ്ങളുടെ വോട്ട് ചേർത്തിട്ടുണ്ട്, അത് നിയമപരമാണ് എന്നുള്ള രീതിയിൽ തന്നെ BJP നേതാക്കൾ പറഞ്ഞു എന്നും സുരേഷ് ഗോപിയുടെ വീട്ടുകാരെ അടക്കം അങ്ങനെ ചേർത്തിട്ടുണ്ട് എന്ന് വരെ ആ ഒരു ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഒരിക്കലും ഇപ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇത്തരം പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിന് പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, BJPയോ RSSനെയോ കത്തോലിക്ക സഭ പൂർണ്ണമായും ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, RSS ഒരിക്കലും ക്രിസ്ത്യാനികളെ എല്ലാ കാലത്തും കൂടെ കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നാണ് മറ്റൊരു അതിന്റെ വശം. അതായത് RSSന്റെ ഒരു മുഖപത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതായത് തൽക്കാലം വിജയിച്ചു പോകുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറം ഒരിക്കലും ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ കൂട്ടാനുള്ള ഒരു നിലപാടൊന്നും RSSനും BJPക്കും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, നാഷണൽ ലെവലിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു. കോൺഗ്രസ് ഒരു വലിയൊരു ശക്തിയായി തന്നെ തിരിച്ച് വരുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. ഇപ്പൊ ഒരു ലോകത്തെ ഒരു കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് എല്ലാ കാലത്തും അധികാരത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പോകുന്നൊരു സഭയാണ്. അത് ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ കാലത്തായാലും എവിടെയാണെങ്കിലും, ലോകത്ത് എവിടെയാണെങ്കിലും, ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ പോലും നമുക്കത് പലതവണ കാണാൻ പറ്റും. ഇപ്പം ഒരുപാട് വർഷങ്ങളോളം കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കത്തോലിക്ക സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് അതിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഇപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ എന്നാൽ കോൺഗ്രസ് എന്നുള്ള സമവാക്യം തന്നെ ഉള്ള ജില്ലകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അത്രമാത്രം കോൺഗ്രസിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു സമീപനമായിരുന്നു എല്ലാ കാലത്തും ക്രിസ്ത്യൻ സമൂഹം സ്വീകരിച്ചിരുന്നത്. എന്നാൽ കുറച്ച് നാളുകളായിട്ട് തുടർച്ചയായിട്ട് BJP അധികാരത്തിൽ വരുന്നൊരു സവിശേഷമായൊരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിനുശേഷം മൂന്നാം തവണയും മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ സമൂഹത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് BJPയോട് അതിഭീകരമായിട്ടുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് മൂന്നാം തവണയും കോൺഗ്രസ് തോറ്റതിന് ശേഷം BJPയോട് കൂടുതലായി അടുക്കുന്ന ഒരു സാഹചര്യം ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും സഭയ്ക്ക് നേരെയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ബജരംഗദൾ പ്രവർത്തകരുടെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഈ പറഞ്ഞ മിഷണറിമാരെ അകത്തിടുന്നതും സ്റ്റാൻ സ്വാമിയുടെ വിഷയങ്ങളെല്ലാം നമുക്കറിയാം. ഇതാണ് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് ക്രിസ്ത്യൻ സഭയെ തന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു സംഭവം ഇങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ അവസാനമായിട്ട് വന്ന കേസരിയിലെ ലേഖനം ഉൾപ്പെടെയുള്ള വന്നത്. കേരളത്തിലെ ഘടകം അത് ഏകദേശം ഒന്ന് അതെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിലാണ് കേസരിയിൽ ഈ ഒരു ലേഖനം വരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതും ക്രൈസ്തവ സംഘടനകൾ തുറന്ന പോരിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ല, അവർക്ക് വേറെ മറ്റു വഴിയില്ല. മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വലിയ ഒരു ശക്തനായി തന്നെ തിരിച്ചു വരികയാണ് ഇന്ത്യയിലോട്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അദ്ദേഹം പിടിച്ചു കുലുക്കുന്ന രീതിയിൽ, ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ തട്ടുന്ന രീതിയിൽ അദ്ദേഹം വലിയ മുന്നേറ്റങ്ങളുമായിട്ട് ഇന്ത്യയിൽ മുന്നേറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ BJPയുടെയോ RSSന്റെയോ രാഷ്ട്രീയം ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് രാജ്യം ഒട്ടാകെ പുത്തനൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉണർവിലോട്ട് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ മാറ്റം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എനിക്ക് ബേസിക്കലി ഈ ഒരു സംഭവത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും കേരളത്തിൽ ഒരിക്കലും RSSോ BJPയോ അധികാരത്തിൽ വരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതായത് ഇന്ത്യക്ക് നല്ലത് അത് തന്നെയാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അത് സംഭവിച്ചു പോയി. പക്ഷെ കേരളത്തിൽ സംബന്ധിച്ച് ഒരിക്കലും ഇനി ഒരു രീതിയിലും ഒരാൾ പോലും, ഒരു പഞ്ചായത്തിൽ പോലും ഒരു വാർഡ് മെമ്പർ പോലും ജയിക്കരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ചാൽ
പക്ഷെ ഇനി ബി ജെ പിക്കാർ ഉദ്ദേശിക്കുന്ന പോലെ വോട്ട് ചേർക്കൽ ഇനി അത്ര എളുപ്പമായിരിക്കില്ല. എത്ര എളുപ്പമായിരിക്കില്ല. കാരണം തീർച്ചയായിട്ടും അവർ കുറെ ജാഗരൂകരാകുമല്ലോ. ആരോപണങ്ങൾ. അതെ. മറ്റുള്ള പാർട്ടികൾ തീർച്ചയായിട്ടും ജാഗരൂകരാകുന്ന ഒരു നിലയിലോട്ടാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് തങ്ങൾ മൂലമല്ല എന്ന് ക്രൈസ്തവ സംഘടനകൾ ക്രൈസ്തവ സംഘടനകൾ തീർച്ചയായിട്ടും ഉറപ്പായും തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ ഞങ്ങളുടെ തലയിലോട്ട് ഇനി അത് ചാരേണ്ടതില്ല, ഇനി നിങ്ങളുടെ കൂട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് ഈ ലേഖനങ്ങൾ കൂടി തന്നെ മനസ്സിലാകുന്നത്. ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ ക്രൈസ്തവ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും BJP പോലൊരു സംഘടനയെ അല്ലെങ്കിൽ RSSനെ പോലൊരു സംഘടനയെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹവും മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം മറ്റുള്ളവരും മനസ്സിലാക്കേണ്ടത്. അതിപ്പം നിരവധി പാർട്ടികൾ, ഇപ്പം SNDP പോലെ NSSനെ പോലെ ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. അവർ പോലും മനസ്സിലാക്കണം RSS എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഘടനയല്ലെന്നും അവരുടെ സംവിധാനം മറ്റൊന്നാണെന്നും ഒരിക്കലും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാളല്ല, ഒരു സംഘടനയല്ല എന്നുള്ളത് ഇവിടുത്തെ സമൂഹം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പം അതിന് ഈ ഒരു വിഷയങ്ങൾ കൂടുതൽ കാരണമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.